അഭിനന്ദനങ്ങൾ അല്ലേ നമ്മൾ കൈമാറുന്നു. പ്രിയപ്പെട്ട URP എന്നറിയപ്പെടുന്ന ചേലക്കരയുടെ USP ആയിട്ട് URP മാറിയിരിക്കുന്നു. ചേലക്കരയുടെ അപ്പോൾ ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടു. 12,122 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. LDF കോട്ടകളിൽ വലിയ അമ്പരപ്പൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. കെ രാധാകൃഷ്ണന്റെ പ്രവചനങ്ങൾക്കപ്പുറം 12,122 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി അല്പസമയത്തിനകം ഈ റിസൾട്ട് പുറത്തുവിടും. എല്ലാ പ്രോസസ്സും കഴിഞ്ഞു, പുറത്തു വന്നു വിവരം. ഓക്കെ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ചാലക്കരയ്ക്ക് വേണ്ടി. ചേലക്കരയുടെ ജയിലിനൊത്ത് പ്രവർത്തിക്കുക അല്ലേ, അതാണ് നമുക്ക് പറയാനുള്ളത്. ചേലക്കരയുടെ ജയിലിനായി പ്രവർത്തിക്കുക. അവിടെ ചേലക്കരയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു കേട്ടു. അതൊക്കെ പരിഹരിക്കുക. വികസന പ്രശ്നമൊക്കെ കാര്യം ചർച്ചയായിരുന്നു അവിടെ. SK സത്യം പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവായ ചർച്ച നടന്ന ചേലക്കരയാണ്, അതല്ല പാലക്കാടല്ല. പാലക്കാട് ഈ പറഞ്ഞ വെട്ടി കൊട്ട എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത വഴിക്ക് പോയി. ചേലക്കര, അതായത് ചേലക്കര കുറച്ചുകൂടി ക്രിയാത്മകമായി രാധാകൃഷ്ണൻ ടെലിഫോണിൽ വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചേ. രാധാകൃഷ്ണൻ ഒന്ന് വിളിക്കാൻ പറ്റുമോ നോക്കിയേ. ഓക്കെ, ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും 15,000 ഒരിക്കൽ കൂടി ഒരു 3 കണക്കൊന്ന് പറയാൻ തോന്നുന്നു. പാലക്കാട് 15,266 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ UDF മുന്നിൽ. 12,122 വോട്ട് ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് ചേലക്കരയിൽ ജയിച്ചു. 3,38,970 വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി പ്രിയങ്ക ഗാന്ധി മുന്നേറുന്നു. പ്രിയങ്ക മുന്നേറുന്നു. അതാണ് ഏറ്റവും പാലക്കാടൻ കോട്ട പിടിക്കാൻ രാഹുൽ മാങ്കൂട്ടം, വയനാടൻ മലകളിൽ സംഗീതവുമായി പ്രിയങ്ക ഗാന്ധി.